ചരിത്രത്തിലില്ലാത്ത തോൽവിയിലേക്ക് CPM-ഉം LDF-ഉം പോയി. 102 സീറ്റ് എന്ന് പറയുന്നത് ഈ സമകാലീന കേരളത്തിൽ ഏറ്റവും വലിയ സീറ്റാണ്. ഇത്രയും സീറ്റ് പിടിച്ച് UDF-ഉം 3 സീറ്റ് BJP-യും പിടിച്ചു കഴിഞ്ഞപ്പോൾ 105 സീറ്റ്, 140-ൽ 105 സീറ്റും മാറിക്കഴിഞ്ഞു. കേവലം 35 സീറ്റ് മാത്രം പിടിച്ച് 3 പാർട്ടി മാത്രമുള്ള, അതായത് CPM-ഉം CPI-യും പിന്നെ ഒരു കൂത്തുപറമ്പിൽ ജയിച്ചിട്ടുള്ള ഒരു IJD-യോ ജനതാദളിൻ്റെ ഒരാളും, ഇത്രയും മാത്രമുള്ള വളരെയധികം മെരുങ്ങി വല്ലാതെ ചുരുങ്ങി മുഖ്യമന്ത്രി പോലും ആദ്യത്തെ 7 റൗണ്ടിൽ മുഖ്യമന്ത്രി പിറകിൽ പോയി. കഷ്ടിച്ച് 50,000-ൽ നിന്ന് 10,000 വോട്ടിലേക്ക് മുഖ്യമന്ത്രി താഴ്ന്നു. 13ഓളം മന്ത്രിമാർ തോറ്റു. എല്ലാം അമ്പി നിൽക്കുമ്പോഴും എന്തേ CPM നിങ്ങൾ സ്വയം വിമർശനം നടത്താത്തത്? ഇതാണ് കേരള ജനതയും പാർട്ടിക്കാരും നിങ്ങളോട് ചോദിക്കുന്നത്. പാർട്ടിയുടെ കോട്ടക്കൊത്തളങ്ങളിൽ പാർട്ടിക്കാരെല്ലാം ഒന്നടങ്കം പോയി കോൺഗ്രസിന് വോട്ട് ചെയ്തെങ്കിൽ തളിപ്പറമ്പിലും പയ്യന്നൂരും അതുപോലെ പേരാമ്പ്രയിലും കുറ്റ്യാടിയിലും നാദാപുരത്തുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഒന്നടങ്കം നിരയായി നിന്ന് UDF വോട്ട് ചെയ്തെങ്കിൽ അവർക്ക് കിട്ടിയ ഉൾപാർട്ടി ജനാധിപത്യത്തിൽ പാർട്ടിയെ തിരുത്തുവാനായി ജനങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ ഇറങ്ങി പുറപ്പെട്ടെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ തിരുത്തുന്നില്ല? ഇന്നലെ നിങ്ങളൊരു പ്രസ്താവന ഇറക്കി. ഇത്രയും അപഹാസ്യമായൊരു പ്രസ്താവനയുണ്ടോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പരാജയം അപ്രതീക്ഷിതമാണ്. തിരിച്ചങ്ങനെയൊന്നുമല്ല പറയേണ്ടിയിരുന്നു. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ആദ്യത്തെ ഒരു സെൻറ്റൻസ് പറയണം. പരാജയത്തെ അംഗീകരിച്ചുകൊണ്ട് വന്ന പോരായ്മകൾ തിരുത്തുവാനായി ആവശ്യങ്ങൾ നടപടികൾ ചേരി. അടുത്തതാണ് ഭയങ്കര സംഭവം. ആഗോളവൽക്കരണ നയങ്ങൾ അതേപോലെ നടപ്പിലാക്കി തകർന്നു കിടന്ന കേരളത്തെ അതിദാരിദ്ര്യ വിമുക്തമാക്കി. നിങ്ങൾ അതിദാരിദ്ര്യ വിമുക്തമാക്കിയത് ഈ കഴിഞ്ഞ 5 വർഷത്തിലല്ലേ? അതിന് 5 വർഷം മുമ്പ് നിങ്ങളല്ലേ ഇവിടെ ഭരിച്ചത്? 10 വർഷമായിട്ട് നിങ്ങൾ ഭരിക്കുകയല്ലേ? അപ്പോൾ ആ 5 വർഷ സമയത്ത് ഇവിടെ തകർന്നടിഞ്ഞ് പോയിരുന്നോ? എന്ത് വിവരക്കേടാണ്! ഇതാരാണ് എഴുതി തരുന്നത് നിങ്ങൾക്ക്? ഇത് എഴുതിത്തരാനും നല്ലൊരാളില്ലാത്ത പാർട്ടിയായി പോയല്ലോ. അതുപോലെ തന്നെ കേരളത്തിൻ്റെ വികസന ലക്ഷ്യമായി പ്രകടനത്തിൽ നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും നടപ്പിലാക്കി. നിങ്ങൾ ഒരുപാട് വാഗ്ദാനങ്ങൾ മുക്കി. അതായത് ഞാൻ എണ്ണി പറഞ്ഞുതരാം. അംഗനവാടിക്കാർക്ക് 21,000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു. ആശാ വർക്കേഴ്സിന് 21,000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു. സ്കീം തൊഴിലാളികൾക്കെല്ലാം 21,000 കൊടുക്കുമെന്ന് പറഞ്ഞു. 25 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെടുത്തിയിട്ട് ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. അതുപോലെ ഇവിടെ പരിസ്ഥിതി സംബന്ധമായ കോറി അടക്കമുള്ള പരിസ്ഥിതി സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. തൊഴിലില്ലായ്മ പരിഹരിക്കുമെന്ന് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു. അതൊന്നും നിങ്ങൾ ചെയ്തില്ല എന്നുള്ളതാണ് വളരെ സംഘടിതമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. വളരെ സ്പെസിഫിക്കായി പരിശോധിച്ചാൽ ഒരുപാട് നെല്ല് സംഭരണത്തിൻ്റെ കാര്യം, നിങ്ങൾ ഓരോ വിഭാഗം എടുത്തുള്ള റബ്ബറിൻ്റെ കാര്യം, നിങ്ങൾ എന്താണോ പറഞ്ഞത് അതൊന്നും ചെയ്തില്ല. വേറെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോഴാണ് ജനങ്ങൾ, രാജ്യത്താകമാനം ന്യൂനപക്ഷങ്ങളും ജനാധിപത്യവാദികളും ആക്രമിക്കപ്പെട്ടപ്പോൾ മതസൗഹാർദ്ദ നാടായി കേരളത്തെ മാറ്റാൻ LDF സർക്കാരിന് കഴിഞ്ഞില്ല. നിങ്ങൾ അതൊന്നും ഇതിനകത്ത് പറയരുത്. കാരണം എന്താണ്? നിങ്ങളിവിടെ മുസ്ലിം പ്രീണനവും ക്രിസ്ത്യൻ പ്രീണനവും ഹിന്ദു പ്രീണനവും മാറി കൃത്യം ഇടവേളകളിൽ അയ്യപ്പ സംഗമമൊന്നും പൗരത്വമില്ലെന്നും ഒക്കെ പറഞ്ഞു വന്ന ഓരോ വിഷയങ്ങൾ എടുത്തുകൊണ്ട് വളരെ കൃത്യമായി പ്രീണന നയം സ്വീകരിച്ചു. അത് ജനങ്ങൾ അപ്പാടെ തള്ളിക്കളഞ്ഞു. അതാണ് കാര്യം. കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്കെതിരെ ഫെഡറലിസം സമരത്തിലും ശക്തമായ എന്ത് സമരം നടത്തി? എന്ത് ഫെഡറലിസം നടത്തി? നിങ്ങൾ എന്ത് ജനകീയ സമരം മോദിക്കെതിരെ നടത്തി? ഒന്നും നടത്തിയില്ല എന്ന് മാത്രമല്ല, നരേന്ദ്രമോദി എന്നൊരു വാക്ക് പോലും പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടോ ഈ 5-10 വർഷത്തിനിടയ്ക്ക് എന്നുള്ള കാര്യം കഷ്ടമാണ്. അതുപോലെ തന്നെ പോരായ്മകൾ പരിഹരിച്ച് ഞങ്ങൾ പോകും എന്നൊക്കെ പറയണം. പിന്നെ BJPക്ക് സീറ്റ് കിട്ടി. രാജ്യം മുഴുവൻ BJP സീറ്റ് പിടിക്കുന്നു. പിന്നെ ഇവിടെ സീറ്റ് പിടിക്കുന്നതാണ് വലിയ അത്ഭുതം. ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും BJP സീറ്റുകൾ പിടിക്കാനുള്ള സാധ്യതയേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ LDFൻ്റെ ചരിത്രത്തിൽ അടുത്ത ആളിൻ്റെ തള്ളാണ്. അതാണ് വീണ്ടും സഹിക്കാൻ വയ്യാത്ത ഡോക്ടർ തോമസ് ഐസക്കൊക്കെ ഏതോ സ്വപ്ന ലോകത്താണ് താമസിക്കുന്നത്. ഇപ്പോഴും ആ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ എന്തോ എടുത്ത് കഴിച്ചിട്ടുണ്ട്. വല്ലാതൊരു സാധനം ഉള്ളിൽ കിടപ്പുണ്ട്. അത് മാറ്റി വെച്ചിട്ട് സ്വതന്ത്ര മനുഷ്യനായി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. LDFൻ്റെ ചരിത്രത്തിലെ കനത്ത പരാജയങ്ങളിലൊന്നാണ് വന്നിരിക്കുന്നത്. ഒരു കാലത്തുമില്ലാത്ത ക്ഷേമ വികസന പ്രവർത്തനം നടത്തൂ, പശ്ചാത്തല വികസന ഇതൊന്നും അല്ല മാഷേ ആളുകൾക്ക് വേണ്ടത്. നിങ്ങൾ ആളുകളുടെ ചരിത്രം പഠിക്കുക. ആളുകൾക്ക് വേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, ബ്രെഡും കൊടുത്ത് തല്ലും കൊടുത്താൽ ബ്രെഡ് മറന്നു പോവുകയും ചെയ്യും, കഴിക്കുകയും ചെയ്യും. ചിലപ്പോൾ ബ്രെഡിൻ്റെ കാര്യം മറന്നു പോകും, തല്ലിൻ്റെ കാര്യം ഓർത്തിരിക്കും. ജനങ്ങൾക്ക് മുന്നിൽ വച്ചിട്ടുള്ള ധാർഷ്ട്യവും അഹങ്കാരവും സ്വജനപക്ഷപാതവും അഴിമതിയും
അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ക്രമസമാധാന തകർച്ചയും ആരോഗ്യ തകർച്ചയും എല്ലാം ജനങ്ങളുടെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ആ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല, മഞ്ഞളിച്ച് കാണിച്ചു, നിങ്ങൾ ചിരിച്ചു കാണിച്ചു, കൊഞ്ഞനം കുത്തി കാണിച്ചു. അതിനുള്ള കൃത്യമായ മറുപടിയാണ് ഇവിടെ തന്നത്. അതുപോലെ തന്നെ ഈ വികസനം തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു കാര്യമില്ല. വികസനത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും മോർ ഓർ ലെസ് കുറേയധികം കാര്യങ്ങൾ ഇവിടെ ചെയ്യും. പക്ഷെ അതിനുപരിയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. മഹാ തകർച്ച ഉണ്ടായിരിക്കുന്ന തെറ്റിദ്ധാരണ വേണ്ട. വലിയ തകർച്ചയാണ്. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് CPM എന്ന പാർട്ടി ഇല്ലാതായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യയിൽ 26 MLA ആയി മാത്രം ചുരുങ്ങി കടലോരത്തുള്ളൊരു കുഞ്ഞ് പാർട്ടിയായിട്ട് ഇനി നിങ്ങൾ ഇന്ത്യ മുന്നണിയിൽ എന്ത് ചെയ്യാൻ, ദേശീയ തലത്തിൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ? ബംഗാളിൽ 1 സീറ്റാണ് കിട്ടിയത്. എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഇവിടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും? പിന്നെ സമരം ചെയ്യാം, സെക്രട്ടേറിയറ്റ് ഉച്ചയോട് മുടിച്ചുകൊണ്ടുള്ള സമരം ചെയ്യാം. അതിനപ്പുറം ഒരു കാലം വലിയ ചുമതലകളാണ് പ്രതിപക്ഷത്തിൻ്റെ നേരെ തിരിച്ചുപോക്ക് ഉണ്ടാകില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ക്ഷേമകാര്യങ്ങൾ, പൊതുവിദ്യാഭ്യാസം, പൊതു ആരോഗ്യം, ഇങ്ങനെ പറഞ്ഞ് പൊതുവിദ്യാഭ്യാസം എവിടെ നിൽക്കുന്നു? പൊതു ആരോഗ്യം ഔട്ട് ഓഫ് പോക്കറ്റിൽ 65-70% ആളുകൾ സ്വകാര്യ ആശുപത്രി പോകുന്ന സ്ഥലത്ത് നിങ്ങൾ എന്ത് പൊതുജനാരോഗ്യത്തെക്കുറിച്ചാണ് മിസ്റ്റർ ഐസക് പറയുന്നത്? വലിയ CBSE സ്കൂളുകളും ICSE സ്കൂളുകളും മാനേജ്മെൻറ്റ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും എയ്ഡഡ് കോളേജുകളും എല്ലാം കൂടി വിദ്യാഭ്യാസം നടത്തുന്നിടത്ത് നിങ്ങൾ എന്ത് പൊതുവാണ് ഇവിടെ തള്ളി മറിക്കുന്നത്? തള്ളുമ്പോഴും മറിക്കുമ്പോഴും കുറച്ചുകൂടെ ഉളുപ്പ് വേണം ഡോക്ടർ തോമസ് ഐസക്ക്. അതുപോലെ തന്നെ അടുത്ത വേറൊരുത്തൻ്റെ തള്ളുണ്ട്, നമ്മുടെ സ്വരാജിൻ്റെ തള്ളുണ്ട്. അതാണ് ഒരു ഒന്നൊന്നര തള്ള്. സ്വരാജിൻ്റെ ആദ്യത്തെ വാക്ക് തന്നെ അനർഹമായ വിജയമാണ് നേടിയത്. ജനാധിപത്യത്തിൽ ജനങ്ങളെ പല്ലിളിച്ച് കാണിക്കരുത്, കോമാളിത്തരം പറയരുത്. ജനാധിപത്യത്തിൽ ജനങ്ങൾ വളരെ കൃത്യമായി വോട്ട് ചെയ്തു. ആർക്ക്? നിങ്ങൾക്കല്ല. എതിരാളിയായ കോൺഗ്രസിനും UDFനും വോട്ട് ചെയ്തു. ആ വോട്ട് ചെയ്തതിൻ്റെ പിറകിൽ നിങ്ങൾ അനർഹമായ വിജയമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും വീണ്ടും പ്രാകൃത യുഗത്തിലേക്ക് പോവുകയാണ്. അത് LDFന് ഉണ്ടായിരിക്കുന്നത് കനത്ത പരാജയമാണെന്ന് സമ്മതിക്കുന്നു. പക്ഷേ UDF മികച്ച നേടുന്ന LDF പരാജയപ്പെടാൻ പാടില്ലായിരുന്നു. LDF ഭരണത്തിൽ സമഗ്രമായ മുന്നേറ്റമാണ് നാടിനുണ്ടായത്. ഒന്നും ഉണ്ടായില്ലെന്നേ. നിങ്ങൾ കാണിച്ചു കൂട്ടിയത് മുഴുവൻ ജനവിരുദ്ധമായ കാര്യങ്ങളാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, സ്വജനപക്ഷപാതമാണ്, അഴിമതിയാണ്, നിർമ്മാണത്തിലെ അഴിമതിയാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾ കാട്ടിക്കൂട്ടി. അതുകൊണ്ട് 2 തവണ ഭരിച്ചല്ലോ, അതുകൊണ്ട് ഇനി 1 തവണ മാറട്ടെ എന്നൊന്നും അല്ല ജനങ്ങൾ തീരുമാനിച്ചത്. എങ്കിൽ പിന്നെ നരേന്ദ്രമോദി 3-ാം തവണ വന്നല്ലോ, ഇനിയിപ്പോൾ 4-ാം തവണ വരാൻ റെഡിയായി നിൽക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ മോഡിക്ക് കമ്പയർ ചെയ്തതല്ല. ഒരുപക്ഷെ ഇപ്രാവശ്യം സ്വരാജ് നിന്നെങ്കിലും, മുഖ്യമന്ത്രിയായിട്ട് നിന്നെങ്കിലും, പിണറായി വിജയനെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇപ്രാവശ്യം കയറുമായിരുന്നു. ശൈലജ ടീച്ചറെ വെച്ച് പരീക്ഷിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നു നിങ്ങൾ തിരുത്തേണ്ടതെല്ലാം തിരുത്തും. നിങ്ങളൊന്നും തിരുത്താൻ പോകുന്നില്ല. നിങ്ങൾ നാളിതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും തിരുത്തിയിട്ടില്ല. നിങ്ങൾ കൂടുതൽ ജനങ്ങളെ പല്ലളിച്ച് കാണിക്കും. ജനങ്ങളെ നിങ്ങൾ കൊടുങ്കാറ്റ് പോലെയും തിരിച്ചു വരില്ല. നിങ്ങളൊന്നും തിരിച്ചു വരാൻ പോണില്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം മാറിക്കഴിഞ്ഞു. BJP കൂടെ കളം നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ കേരളം എന്ന് പറയുന്നത് നിങ്ങൾ ഈ വർഗീയതയെന്നും മതാധിപത്യമെന്നും മതന്യൂനപക്ഷമെന്നും ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് എല്ലാ ഗൂണ്ടായുസവും കാണിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പണി നടക്കത്തില്ല സ്വരാജ് സാറേ. നിങ്ങൾ വേറെ കാര്യങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് തന്നെ തിരുത്തും എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും തിരുത്താൻ പോകുന്നില്ല. ഒരു കാര്യവും നിങ്ങൾ തിരുത്താൻ പോകുന്നില്ല. നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഐസക്കായാലും സ്വരാജായാലും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ആയാലും ME ഗോവിന്ദനായാലും ആരായാലും നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒന്നും തിരുത്തില്ല.